ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോസാണ് ഗൈസ്. ഞാനിപ്പോൾ നിൽക്കുന്നത് വെള്ളിയാങ്കല്ലാണ് കേട്ടോ. ഇന്ന് നമ്മുടെ തീർത്താല നേർച്ചയാണ്. തീർത്താല നേർച്ച എന്ന് പറഞ്ഞാൽ ഒരുപാട് ആനകളൊക്കെ വന്ന് നിറയുന്ന ഒരു ഗംഭീര പരിപാടിയാണ് ഇന്നത്തെ ദിവസം നമ്മുടെ തീർത്താലയിൽ. സോ എന്തായാലും ഇന്നലെ കാലി റോഡ് പോയിട്ട് അതിൻ്റെ വീഡിയോ ഇട്ടതിൽ ഒരുപാട് പേര് പറഞ്ഞു കേട്ടോ തീർത്താലയ്ക്ക് വരൂ ചോദിച്ചത്. ആക്ച്വലി എൻ്റെ പെര തീർത്താലയ്ക്ക് അടുത്ത് തന്നെ ഉണ്ടോ. തീർത്താലിന് അതിൻ്റെ പെര അവിടെ നിന്ന് കുറച്ച് പോകാനുള്ളൂ, തീർത്താലയ്ക്ക് അധികം ദൂരമൊന്നുമില്ല. സോ എന്തായാലും ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ വെള്ളിയാങ്കല്ലാണ്. വെള്ളിയാങ്കല്ല പുഴ സൈഡിലായിട്ടാണ് ഞാൻ നിൽക്കുന്നത്. ഇവിടെ നിൽക്കാൻ വേറൊരു കാര്യം കൂടി ഉണ്ട്. ഇവിടെ 4 ആനകൾ അവിടെ കുളിപ്പിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ കേശവനൊക്കെ ഉണ്ട്. സോ എന്തായാലും പ്രത്യേകിച്ച് ഒന്നുമില്ലല്ലോ, നമുക്ക് പോവല്ലേ. ഇന്നലെ കാലി റോഡ് പോയി വന്നിട്ട് അവിടെ നേരം വൈകിട്ട് വീട്ടിലെത്തി. അതുകൊണ്ട് രാവിലെ ഞാൻ അലാറൊക്കെ വെച്ചിട്ട് എണീച്ചിട്ടാണ് ഇങ്ങോട്ട് പോകുന്നത്. സോ ഷോ ദ സപ്പോർട്ട്. ഓക്കെ, സോ എന്തായാലും നമുക്ക് നേരാണ് പോവാട്ടോ. ഗൈസ്, നമ്മൾ ഈ ഓരോ പടി ഇറങ്ങി ചെല്ലുന്നത് ഒരു സ്വർഗത്തിലേക്കാട്ടാ. ഞാൻ നിങ്ങൾക്ക് എന്തായാലും ആ ഒരു വ്യൂ കാണിച്ചു തരാം. ഓക്കെ, അവിടെ 4 ആനകളായിട്ടാണ് കുളിപ്പിക്കുന്നത്. 4 അല്ല 5 ആനകളായിട്ടുണ്ട് തോന്നുന്നു. അപ്പോൾ അവിടെ ചെന്നോക്കാം. അവിടെ കേശവനും ഉണ്ട്. ഗൈസ്, നമ്മളിവിടെ സംസാരിച്ച് സമയം നോക്കി കണ്ടില്ല. ആനത് പോണു. നമുക്ക് കണ്ടിച്ച് നോക്കട്ടെ. ഇവിടെ ഒരു ഭയങ്കരമായിട്ടൊരു വലിയ സ്റ്റെപ്പ് ഉണ്ട്. ആ സ്റ്റെപ്പ് ആന കയറുന്നത് ഭയങ്കര രസമാണ്. ഞാൻ അവിടെ ചെന്നിട്ട് ഞാൻ കാണിച്ചു തരാം. ഗൈസ്, ആ ആന അതിൽ കൂടെ കയറണു തോന്നുന്നു. നോക്കട്ടെ, ഇങ്ങോട്ട് ഇറങ്ങാൻ തോന്നുന്നു. മരത്തിൻ്റെ ഇടയിൽ കൂടെ കയറണേ. ഞാൻ പറഞ്ഞ സ്റ്റെപ്പ് ഈ സ്റ്റെപ്പാണ്. നമ്മുടെ ഏതപ്പോൾ ഞാൻ മറ്റേ എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. ഒരു ആന ഈ സ്റ്റെപ്പ് കയറിയിട്ട് പറഞ്ഞു. ഈ ആന അങ്ങനെ നേരെ അങ്ങനെ പോയത്. അതെ അതെ അതെ, കടക്കേച്ചാലിൽ ഗണേശൻ. ഞാനത് ഓർക്കായിരുന്നു. അത് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. കടക്കേച്ചാലിൽ ഗണേശൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോഴല്ലോ, കുറച്ച് മുമ്പ്. ആ ടൈമിൽ ഈ സ്റ്റെപ്പ് കയറിയിട്ടാണ് പോയത്. അത് ഞാൻ സ്റ്റെപ്പിൻ്റെ കൂട്ടം പറഞ്ഞു. ആനത് അതേന്ന് കയറി. നമ്മുടെ കേശവൻ പോയിട്ടില്ല കേട്ടോ. കേശവൻ അവിടെ കുളിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുളിപ്പിക്കുന്നുണ്ട്. ബാക്കി 3 ആനകളോടെ ഉണ്ട്. ഓക്കെ, അത് ചെന്ന് നോക്കാം. ബാക്കി 2 ആനകളും കൂടി ഉണ്ട് അവിടെ. ഓക്കെ, അത് ചെന്ന് നോക്കാം. ആന കുളിപ്പിക്കുന്ന കാണാൻ ജനങ്ങൾ നമുക്കാണ് ചെന്ന് നോക്കാം കേട്ടോ. വേറൊരു ആനയും കൂടി ഉണ്ട്. ഏതെനിക്കറിയില്ല. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇവിടെ ഈ കേശവൻ്റെ കുളി കഴിഞ്ഞ് പോകുന്നു കേട്ടോ. കേശവനെ കയറ്റുകയാണ്. ഞാൻ ഒരു ടാസ്ക് ആയിട്ട് നിങ്ങൾ ഈ ആന ഏതാണെന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യും. ഓക്കെ, അയ്യോ, അവിടെ നിന്ന് ഓടിയിട്ട് കഴിഞ്ഞു. നമ്മൾ നേരത്തെ ആന കയറി കണ്ടില്ല, അത് എത്തിയാനാട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ വന്ന് നിന്ന്. കാരണം അവിടുന്ന് അതെ കേശവൻ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങോട്ട് കയറി നിന്നാണ്. ആന എത്തിയാനായിട്ടോ. നേരത്തെ പോയത് നമ്മൾ കണ്ടത്. നമ്മളിത് അവിടെ നിൽക്കുകയായിരുന്നു. അപ്പോൾ ഇനി കേശവൻ എത്തിയാനെ പോകുന്നത് കാണാം. ഗൈസ്, നമ്മൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇങ്ങനെ കേട്ടോ. നേരത്തെ ആന ഇങ്ങോട്ട് കയറി. നമ്മൾ അവിടെ നിൽക്കുമ്പോൾ ഇങ്ങോട്ട് കയറാൻ നോക്കി. നമ്മളിവിടെ വന്ന് നിൽക്കുക ആന അതാ സ്റ്റെപ്പ് കൂടെ കയറണേ. ഇത് ഇവിടെ ഈ കമ്പി കിടക്കില്ലെന്ന്, കേശവൻ ഈ കമ്പി കിടക്കില്ലെന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്യാം. സംഭവം ഇത് കൂടെ കയറണ തന്നെ കേട്ടോ രസം. രസം എന്ന് പറഞ്ഞാൽ രസം. ആന കേശവൻ വരുന്നുണ്ട് സ്റ്റെപ്പ് കയറാൻ. ഇതാണ് കേശവൻ കയറി കിട്ടോ. അതേ കയറി പോലടാ അൻസോ. സെൻറ്റർക്ക് പോവാ. ഇതാ ഇവിടെ തീർത്താല സെൻറ്ററിൽ നിൽക്കുക കേട്ടോ. ഇവിടെയാണ് ഇനി ആനകളൊക്കെ നിരക്കാൻ പോകുന്നത്. ഈ സൈഡിൽ കൂടെ ഇങ്ങനെ ആനകൾ നിൽക്കുന്നുണ്ടാവും. അപ്പോൾ എന്തായാലും ഇനി കുറച്ച് സമയം പിടിക്കും. കാരണം ഓരോ സൈഡിൽ നിന്ന് ആനകൾ വന്നിട്ട് വേണ്ടേ. അപ്പോൾ ആനകൾ വരുമ്പോഴത്തേക്ക് നമുക്ക് ജസ്റ്റ് ചായ അടിച്ചിട്ട് വരാം. ഓക്കെ, നമ്മൾ വണ്ടി ഇതവിടെ കിട്ടും.
അക്കരമേൽ മോഹനൻ എന്നിട്ട് പോകുന്നു. നമ്മളിത് ഇവിടെ വെയിറ്റ് ചെയ്യാട്ടോ. ഇവിടെ ഇനി വേറെ എവിടെ നിന്ന് ഏതൊക്കെ ടീമുകൾ വരുന്നുണ്ട്. ഈ തീർത്ഥാല നേർച്ച പറഞ്ഞാൽ നമ്മൾ രാത്രി ഫുള്ള് ആനകൾ കൊണ്ട് നിറയും കേട്ടോ. എന്തായാലും എനിക്ക് ഇപ്പോൾ 2-3-4 ദിവസത്തെ പ്രശ്നത്തിന് ശേഷം ആനകളുടെ അടുത്ത് പോകണ തന്നെ ഭയങ്കര പേടിയാണ്. അതുകൊണ്ട് കുറച്ച് വിട്ടിട്ട് വേണം നമുക്ക് ഇവിടെ എവിടെയെങ്കിലും നിൽക്കാൻ വേണ്ടിയിട്ട്. അവിടെ നിന്ന് വേറെ ടീം വരുന്നു. സ്ക്വയർ ചെയ്തിട്ട് ഒരു ആന വരുന്നു. ഇവിടെ 1, 2, 3, 4, 5 ആനകൾ നേരം നിൽക്കുന്നിട്ട്. അതെല്ലാം ഇവരുടെ ടീമിൻ്റെ തോന്നുന്നു. സർക്കാർ അവിടെ ടീം സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. നമ്മളപ്പോൾ ഇവിടുന്ന് ചായ അടിച്ചിട്ട് പോവാൻ വിചാരിച്ചു. ഇവിടെ സുഖേനായിട്ടുള്ളൂ. അപ്പോൾ തൽക്കാലം സുഖം കൊടുത്തിട്ട് ചായ അടിച്ചിട്ട് പോവാം. നമ്മളിത് വണ്ടി അവിടെ നിർത്തിയിട്ടാണ് നടക്കുന്നത്. ഇപ്പോൾ എല്ലാ ഭാഗത്തുനിന്നും ആ ഭാഗത്തുനിന്ന് ഈ ഭാഗത്തുനിന്നൊക്കെ ഒക്കെ ടീമുകൾ വരുന്നുണ്ട്. ഇനി ഇതെല്ലാം പാടെ സെൻറ്ററിൽ വന്നിട്ട് കൂടും കേട്ടോ. ഓക്കെ, ഇപ്പോൾ അവിടുന്ന് ടീം വരുന്നുണ്ട് കേട്ടോ. അതേപോലെ തന്നെ ഈ സൈഡിൽ നിന്നായിട്ട് ടീമുകൾ വരും. ഇങ്ങോട്ട് എല്ലാ ടീമുകളും വന്നിട്ട് ഇവിടെ നിരക്കാൻ പോവാട്ടോ.
അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ എന്താ നമ്മുടെ രാവിലത്തെ പരിപാടി. അവിടെ ഇപ്പോഴും ആന പോയിട്ടില്ല. അവിടെ നിന്ന് പോകാൻ വേണ്ടിയിട്ട് ഓരോരുത്തരെ മാറ്റിയാണ്. ഓരോ ആനകളെ അവിടെ നിന്ന് മാറ്റിയാട്ടോ. നമ്മൾ വണ്ടി ഇതവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി കണ്ട വണ്ടികളൊക്കെ എടുത്ത് മാറ്റിയതിന് ശേഷമാണ് നമ്മളെ വണ്ടി ഇവിടെ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ട്. സോ എന്തായാലും നിങ്ങളെ സപ്പോർട്ട് കാണിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ വൈകുന്നേരം പറ്റുകയാണെങ്കിൽ ഇവിടുത്തെ വീഡിയോ എടുക്കാം കേട്ടോ. ഓക്കെ.